രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ പലരും ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുക. സ്ഥിരമായിട്ട് ഈ ഒരു ശീലം ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ കരളിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ നീർക്കെട്ടുകളോ ക്രിയേറ്റ് ചെയ്യുമോ? അതേപോലെ തന്നെ ഈ കുടൽ രോഗങ്ങൾ അല്ലെങ്കിൽ കരൾ രോഗങ്ങളുള്ള ആളുകൾക്ക് ഈ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ ഈ അമിതവണ്ണവും ഫാറ്റി ലിവറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഈ ഒരു സംശയങ്ങൾ എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഫാറ്റി ലിവർ എന്താണ്, അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതും കുടവയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ചായയും കാപ്പിയും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കരളിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. കരൾ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിലെ ഒരുവിധം മെറ്റബോളിസം നടത്തുന്നത്, വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യുന്നതും പിത്തരസം ഉൽപ്പാദിപ്പിച്ചിട്ട് ദഹനത്തിനെ സഹായിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓർഗൻ ആയിട്ടുള്ള ലിവറാണ് ചെയ്യുന്നത്. അപ്പം ലിവറിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ വരുമ്പോൾ അതൊരു പരിധി വരെ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ബോഡി അങ്ങനെ കാണിക്കില്ല. ബട്ട് ഒരു എൻഡ് സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു പോർഷനിൽ നിന്നും അതിനെ റീജനറേറ്റ് ചെയ്ത് വരാനുള്ള ഒരു കപ്പാസിറ്റി ലിവറിന് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ലിവറിൻ്റെ ചെറിയൊരു പോർഷൻസ് മാത്രമേ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുള്ളൂ. ആ ഒരു ചെറിയ പോർഷനിൽ നിന്ന് തന്നെ അത് റീഗ്രോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സെൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും കണ്ടുവന്നിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഫാറ്റി ലിവർ രോഗം എന്ന് പറയുന്നത്. പലരും അതൊരു ക്രെഡിറ്റ് ആയിട്ട് ആ ഒരു അസുഖത്തിനെ കാണാറുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫാറ്റി ലിവർ കാലങ്ങളായിട്ടുണ്ട്, അതിന് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു മെൻറ്റാലിറ്റിയിലാണ് ആളുകൾ ആ ഒരു അസുഖത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു ഗ്രേഡ് 3, 4 ഒക്കെ എത്തി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് വളരെ ലോ ലെവൽ ആവുകയും സിംറ്റംസ് സിവിയറായി കാണിക്കുന്നത്. നമ്മളെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത്തരം ഇൻഫ്ലമേഷൻസും ഇൻഫെക്ഷൻസും ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ലിവറിനൊക്കെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിന് ചുറ്റുമായിട്ടും ഒരു വേണ്ടാത്ത രീതിയിലുള്ള കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുകയും അതിൻ്റെ ഫങ്ഷനിൽ തകരാറുകൾ ഉണ്ടാക്കുന്നതാണ് ഫാറ്റി ലിവർ എന്ന രോഗം എന്ന് പറയുന്നത്. അത് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയയാണ്. ഇൻസുലിൻ ശരീരത്തിൽ നമ്മളെ ഗ്ലൂക്കോസ് ലെവൽസിനെ മോണിറ്റർ ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും വിശപ്പിൻ്റെ കാഠിന്യം കൺട്രോൾ ചെയ്യാനൊക്കെയാണ് ഇൻസുലിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റ് ആവുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുന്നു. അതിപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ള ആളുകളെ ശരീരത്തിൽ കാണുന്ന ഒരു പ്രക്രിയയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇൻസുലിൻ അവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുകയും ഗ്ലൂക്കോസ് ക്രമാതീതമായിട്ട് നമ്മുടെ രക്തത്തിൽ കൂടുകയും ആ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? കൊഴുപ്പാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് ഈ ലിവർ എന്ന് പറയുന്നത്. അത് ഓരോ ഓർഗൻസിനുമായിട്ട് സ്റ്റോർ ചെയ്യുന്നു, നമ്മൾ അതിന് ഓരോ പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ലിവറിനായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നതാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ചിട്ട് ഇൻസുലിൻ സെൻസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഭക്ഷണത്തിലും ഡയറ്റിലൂടെയും അതേപോലെ തന്നെ വർക്കൗട്ടുകളിലൂടെയൊക്കെ ചെയ്യേണ്ടത്. ഇനി ശരീരഭാരം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കുടവയറുള്ള ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുമോ? ഉണ്ടാവില്ലേ? കാരണം നോക്കിയേ, നമ്മൾ ഈ ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു, അതായത് അൺനെസസറി ആയിട്ടുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആ ഫാറ്റ് ഈ ഒരു ഓർഗൻസിന് ചുറ്റും ആയതുകൊണ്ട് തന്നെ അതൊരു ബെല്ലി ഫാറ്റിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു നോക്കി ഈ സിറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ആളുകളുടെ വയറ് നോക്കിക്കഴിഞ്ഞാൽ ചാടി മുന്നോട്ട് വീർത്തിരിക്കുന്നത് കാണാവുന്നതാണ്. നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടും കുറച്ചുകൂടി റഫായിട്ട് ഇരിക്കുന്നത് കാണാം. അതൊരു ഗ്രേഡ് 3, 4 എത്തുമ്പോഴായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഗ്രേഡ് 1, 2 എന്ന സ്റ്റേജിലൊന്നും നമുക്ക് അത്തരം ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു അപ്പിയറൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഫാറ്റി ലിവർ ഉള്ള അല്ലെങ്കിൽ ഒരു സിറോസിസ് സ്റ്റേജ് എത്തിയ ആളുകൾക്ക് കൈകാലുകളൊക്കെ മെലിഞ്ഞിട്ടും വയറിൻ്റെ ഭാഗം ഇങ്ങനെ ചാടിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതാണ് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ബെല്ലി ഫാറ്റിൻ്റെ കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഓർഗൻസിന് ചുറ്റുമായിട്ടും അല്ലെങ്കിൽ വിസറാസിന് ചുറ്റുമായിട്ടും
ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അതേ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റും നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണം, നിങ്ങൾക്കൊരു 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ വെയിറ്റ് വരേണ്ടത് ഒരു 48 to 52 kgൻ്റെ ഉള്ളിലാണ് നമ്മുടെ വെയിറ്റ് വരേണ്ടത്. അത് ഓവർ വെയിറ്റ് ആകുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ട് ഒരു ക്ഷീണം തോന്നാം. അതിപ്പോൾ ഒരു മെൻ്റലിയും ഫിസിക്കലി ഒരു വീക്ക്നെസ് രൂപപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കിതപ്പ്, ഒരു പാൽപിറ്റേഷൻ പ്രശ്നങ്ങൾ, ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് കാണാവുന്നതാണ്. കാരണം ഒരു 4 എത്തുമ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി റെഡ്യൂസ്ഡ് ആയിട്ട് അതിൻ്റെ ഫങ്ഷനിങ് എല്ലാം ലോ ആകുമ്പം അത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലും എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ലൈക്ക് ഗാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഗാസ്ട്രിക് ഇഷ്യൂസ് എന്ന് പറയുമ്പം ചില ആളുകൾക്കത് വയറ് വീർക്കുക, ബ്ലോട്ടിങ്, ഒരു ഗ്യാസ് നിറഞ്ഞ പോലെ ഉണ്ടാവുക, തികട്ടി വരിക, പുളിച്ച് തികട്ടി വരിക, ഏമ്പക്കായിട്ട് വായിൽ കൂടെ വരാം, അല്ലെങ്കിൽ കീഴ്വായുവായിട്ട് താഴെ കൂടെ പോകാനുള്ളതുണ്ട്. അതേപോലെ തന്നെ വയറിന് പോകുമ്പം ഭയങ്കര കട്ടിയായിട്ട് പോവുക, ചില ആളുകൾക്ക് അത് ലൂസായിട്ട് പോകാവുന്നതാണ്. ഇങ്ങനെയാണ് ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു നേരിയ വേദനയൊക്കെ ആയിട്ടും രൂപപ്പെടാവുന്നതാണ്. അതൊക്കെ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങളാണ്. ഇനിയിപ്പോൾ ലിവറിന് ഇൻഫ്ലമേഷൻസ് വരിക, അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ പിത്താശയത്തിൻ്റെ അകത്ത് കല്ലുകൾ രൂപപ്പെടാവുന്നതാണ്. അതും ഇത് ഓൾമോസ്റ്റ് സെയിം സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. സിവിയർ ആയിട്ടുള്ള പെയിൻ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതേപോലെ തന്നെ ഹെവി വീക്ക്നെസ്സും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് പറയുന്നത്, അതായത് ഗട്ട് റിലേറ്റഡ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സ്കിന്നിൽ നോക്കുമ്പം സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം, ചിലന്തി വല പോലെ ഇങ്ങനെ വെസൽസ് എല്ലാം അല്ലെങ്കിൽ കാപ്പിലറീസ് എല്ലാം കെട്ടുപിടഞ്ഞ് കിടക്കുന്നത് കാണാവുന്നതാണ്. എസ്പെഷ്യലി തൊടയുടെ ഭാഗത്തും കുറച്ചുകൂടി ഡാർക്കൻഡ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ ഏരിയാസിലൊക്കെ ആയിട്ട് കാണാവുന്നതാണ്. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷണമായിട്ട് നമുക്ക് പറയാം. എസ്പെഷ്യലി കഴുത്തിൻ്റെ ഭാഗത്ത്, തൊടയെടുക്കൽ, കക്ഷത്തിൻ്റെ ഭാഗത്ത്, അതായത് സൺ എക്സ്പോഷർ കുറഞ്ഞിട്ടുള്ള ഏരിയാസിൽ നല്ല ഡാർക്ക് തിക്കൻഡ് ആയിട്ട് വെൽവെറ്റി സ്കിന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനെസ്, എക്സിമയൊക്കെ ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ നഖങ്ങൾ, കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ഡിസ്കളറേഷൻ, യെല്ലോ ഡിസ്കളറേഷൻ, ജോണ്ടിസ് പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടി സിവിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു എൻഡ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത്തരം സ്റ്റേജ് എത്താതെ നിങ്ങൾ മാക്സിമം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് വിശപ്പില്ലാത്തൊരു പ്രശ്നങ്ങളും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. വെയിറ്റ് കുറഞ്ഞു പോകുന്നതും ചില കേസസിൽ കാണാം. ചില ആളുകൾക്ക് വെയിറ്റ് ഗെയിൻ ആണ് മെയിൻലി കാണാറുള്ളത്. ലിവർ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ അത് വെയിറ്റ് ലോസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ, ലിവറിൽ ഇൻഫ്ലമേഷൻസ് വരിക എന്ന് പറയുമ്പം 99% അത് നോൺ ആൽക്കഹോളിക് കോസസ് ആണ്. അതായത് മദ്യപിച്ചുകൊണ്ടല്ല ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഒരു 10% അല്ലെങ്കിൽ 5% മാത്രമേ ഉള്ളൂ അതൊരു ആൽക്കഹോളിക് കോസസ് ആയിട്ട് നമുക്ക് പറയുന്നത്. നോൺ ആൽക്കഹോളിക് കോസസിൽ വരുന്നതാണ് നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് അന്നജം കഴിക്കുക, റിഫൈൻഡ് കാർബ്സ് അമിതമായിട്ട് കഴിക്കുക, ഷുഗർ എസ്പെഷ്യലി ഫ്രക്ടോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ അമിതമായിട്ട് കഴിക്കുക, ബേക്കറി പലഹാരങ്ങൾ കഴിക്കുക, അതായത് ബ്രെഡ്, ബന്ന്, ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ഇതൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുക. കാരണം അതിൽ കലോറി കൂടുതലാണ്, മധുരം കൂടുതലാണ്, ഷുഗർ, സുക്രോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ഒക്കെ കൂടുതലായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അമിതമായിട്ട് എത്തുമ്പം ആ ഒരു ഷുഗറിനെ നമ്മൾ ഫാറ്റായിട്ട് എങ്ങനെയെങ്കിലും ബോഡിക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് അത് ഇൻഫ്ലമേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പം അമിതമായിട്ട് ഷുഗർ കഴിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ മധുരം കഴിക്കുന്ന ആളുകളിൽ, ജങ്ക് ഫുഡ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകൾ, റെഡ് മീറ്റ് അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിലൊക്കെയാണ് ഇത്തരം ഇൻഫ്ലമേഷൻസ് മോറായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ചില ആളുകൾ പറയും, ഞാനൊരു തുള്ളി മദ്യ പോലും കുടിക്കാറില്ല, എന്നിട്ട് പോലും എനിക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു മറ്റുള്ള ഫുഡ് ഐറ്റംസ്, അതായത് റിഫൈൻഡ് കാർബ്സും ഷുഗറും ഒക്കെ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ്. പിന്നെ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്ത ആളുകളിലും ഇത്തരം ഇൻഫ്ലമേഷൻസും നീർക്കെട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ജങ്ക് ഫുഡിനെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അമിതമായിട്ട് കഴിക്കുക, ബേക്കറി പലഹാരങ്ങൾ, അങ്ങനെ മധുരമേറിയ അല്ലെങ്കിൽ കൂടുതൽ ജങ്ക്സ് ആഡ് ചെയ്തിട്ടുള്ള സ്പൈസി ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഇത്തരം ഇൻഫ്ലമേഷൻസും ഫാറ്റി ചേഞ്ചസും ബോഡിയിൽ അപ്പിയർ ചെയ്യുന്നത്.
ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റെഡ് മീറ്റിൻ്റെ ഉപയോഗം അത്യാവശ്യം കുറച്ച് കൊണ്ടുവരിക. ലിവറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക. ഗാർലിക്, ദെൻ ഒനിയൻ, കുർക്കുമിൻ, പെപ്പറൊക്കെ അത്യാവശ്യം കഴിക്കാൻ ശ്രമിക്കുക. അത് ഭക്ഷണത്തിൽ നല്ല രീതിയിൽ മിക്സപ്പ് ചെയ്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ കളേർഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാവുന്നതാണ്. ലൈക്ക് ലീഫി വെജിറ്റബിൾസ്, പൊമോഗ്രാനൈറ്റ്, ക്യാരറ്റ്, ബ്രൊക്കോളി, കോളിഫ്ലവർ ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താവുന്നതാണ്. നട്ട്സും സീഡ്സും ഒക്കെ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നട്ട്സൊക്കെ ഒരു ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. ചിയ സീഡ് വാട്ടറൊക്കെ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഏർലി എംപ്റ്റി സ്റ്റൊമക്കിലൊക്കെ പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ബോഡിയിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. വൈറ്റമിൻ ഡി ലെവൽ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി ലെവൽ, ഇതിൻ്റെയൊക്കെ ലെവൽ കറക്റ്റ് ആണോ, നമ്മുടെ ശരീരത്തിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ കറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബോഡിയിലെ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ലിവറാണ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം വൈറ്റമിൻസ് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് ലിവറിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ റിവേഴ്സിബിൾ ആയിട്ടും ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ ബോഡിയിൽ വൈറ്റമിൻസ് കൃത്യം ചെയ്ത് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ശരീരഭാരം കൂടിയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഒരു 30 to 35 മിനിറ്റ്സ് ഡെയിലി വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന വർക്കൗട്ടുകളൊക്കെ ഡെയിലി ബേസിസിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചായയും കാപ്പിയും എസ്പെഷ്യലി കഫീനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അതൊക്കെ കുറച്ചുകൂടി ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ പരമാവധി കുറയ്ക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എസ്പെഷ്യലി പറഞ്ഞ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ സ്റ്റീം ചെയ്തിട്ടൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ചിക്കൻ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലേക്ക് കുറച്ച് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള പ്ലാങ്ക് എക്സസൈസും ഒക്കെ കൂടുതലായിട്ടും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതായത് മരുന്നിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൂടെ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ്, ജസ്റ്റ് ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റും ലിപ്പിഡ് പ്രൊഫൈൽ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.